അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 10 Days 10 Creatures എന്ന് പറയുന്ന സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജീവിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ല്യൂണ മോത്ത് അല്ലെങ്കിൽ മൂൺ മോത്ത്. അതെ, ല്യൂണ മോത്ത് അല്ലെങ്കിൽ മൂൺ മോത്ത്. അപ്പൊ ഈ ഒരു മോത്തിനെ മറ്റെല്ലാ മോത്തുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇതിന്റെ സൗന്ദര്യമാണ്. ഒരു മങ്ങിയ പച്ച വെളുത്ത നിറമാണ് നമ്മുടെ ല്യൂണ മോത്തിനുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ കളർ. മാത്രവുമല്ല, ഇതിന്റെ ചിറകുകളിൽ കാണപ്പെടുന്ന കണ്ണ് പോലെയുള്ള ആ ഒരു പാടുകളും ഇതിനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ ചിറകുകളുടെ അടിഭാഗങ്ങളിലായിട്ട് 2 വാല് പോലെയുള്ള ഒരു സംഭവമുണ്ട്. ഇതിനെ ട്രെയിൽസ് എന്നാണ് പറയാ. അപ്പൊ ഈ ട്രെയിൽസ് ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വവ്വാലുകളൊക്കെ അവരുടെ ഇര തേടുന്ന സമയത്ത് അവരുടെ അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ സഹായമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആ ഒരു സൗണ്ട് വേവ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ട്രെയിൽസ് ഇട്ട് ഇങ്ങനെ ചലിപ്പിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ട്രെയിൽസ് ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ ല്യൂണ മോത്തിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയില്ല. അപ്പൊ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ലാർവാഘട്ടത്തിലിരിക്കുന്ന സമയത്ത് മാവിന്റെ ഇല, വാൾനട്ട്, ബീർച്ച് അങ്ങനെയുള്ള ചില ഇലകളൊക്കെ കഴിക്കാറാണ് പതിവ്. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുകയില്ല. മാത്രവുമല്ല, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരങ്ങളായ മൂത്തുകളിലെ ഒരാളായിട്ടാണ് നമ്മുടെ ല്യൂണ മൂത്തിനെയും കണക്കാക്കുന്നത്. മറ്റൊരു വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനനശീകരണമൊക്കെ കാരണം തന്നെ നമ്മുടെ ല്യൂണ മൂത്തിന്റെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ല്യൂണ മോത്ത് രാത്രി സഞ്ചാരിയാണ്. ആള് രാത്രി മാത്രമേ പുറത്തിറങ്ങുള്ളൂ. അപ്പൊ ഏതായാലും നമ്മുടെ ല്യൂണ മോത്ത് അല്ലെങ്കിൽ മൂൺ മോത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഒരു ജീവിനെ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്.